ഇരുളിനെ കീറിമുറിച്ചുകൊണ്ട് പ്രകാശരശ്മികൾ മുന്നോട്ട് പാഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഗവിയിലേക്കുള്ള ഒരു ജീപ്പ് യാത്ര ആണിത്. നമ്മുടെ ഓർഡിനറിയിലെ ഗവി. ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും തകർത്ത് അഭിനയിച്ച ഓർഡിനറി എന്ന സിനിമയിലെ ഗവിയിലേക്കാണ് യാത്ര. ഗവിയിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശവും പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനമേഖലകളാണ്. പെരിയാർ കടുവാ സങ്കേതവും റാന്നി ഫോറസ്റ്റ് ഡിവിഷനും. 30 വാഹനങ്ങൾക്ക് മാത്രമേ ഗവിയിൽ ഒരു ദിവസം പ്രവേശനം ലഭിക്കൂ. KFDC വഴി ബസ് സർവീസും ഉണ്ട്. അങ്ങമൂഴിയിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ വഴിയും നമുക്ക് ബുക്ക് ചെയ്യാം. അതിരാവിലെ പുറപ്പെട്ടതാണ്. ഇരുളും മഞ്ഞും നീങ്ങി തുറന്ന ജീപ്പിലാണ് യാത്ര. റൂഫ് കൂടി മാറ്റിയപ്പോൾ തണുപ്പ് വീണ്ടും അരിച്ചരിച്ച് കയറി. ചുറ്റും നോക്കി. നല്ല കാട്. അവിടെവിടെയായി സാമ്പാർ മാനുകളെയും പിന്നെ ഒരാനക്കൂട്ടത്തെയും വളരെ അകലെ കണ്ടു. 6 ജീപ്പുകളിലായിരുന്നു ഞങ്ങളുടെ യാത്ര. വാഹനത്തിലെ ഓരോ ആൾക്കാർക്കും ഫോറസ്റ്റിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഓർഡിനറി സിനിമയുടെ ഗവി ഭാഗമൊക്കെ സെറ്റിട്ട് ഉണ്ടാക്കിയതാണ്. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഗവിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഷൂട്ട് ചെയ്ത ഭാഗത്ത് ഇപ്പോൾ യാതൊന്നും ഇല്ല. ഇവിടെ ഈ കാണുന്ന ഭാഗം ഞങ്ങൾ വഴിയിൽ വാഹനം നിർത്തി ഇറങ്ങിയതാണ്. മനോഹരമായ താഴ്വാരങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്താണ് ഓർഡിനറി ബസ് കേടായ സ്ഥലമെന്ന് ഗൈഡ് പറഞ്ഞു. ഫോട്ടോ പോയിൻ്റായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ എത്തിയപ്പോഴാണ് തണുപ്പിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടിയത്. പമ്പാ നദിയുടെ ഉപനദിയായ കൊച്ചു പമ്പാ നദിയിലാണ് ഗവി അണക്കെട്ട്. ചെറുതും ശാന്തവുമായ ഒരു റിസർവോയർ. ഗവി ഇക്കോ ടൂറിസം പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ് ഈ തടാകം. ചുറ്റും കനത്ത കാട്, മലനിരകൾ, മാൻ, വിവിധ പക്ഷികൾ, കാട്ടുപോത്ത് തുടങ്ങിയവയെല്ലാം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്.